ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിമീസ് നാടൻ കിച്ചൻ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക വെച്ചിട്ടൊരു ഡിഷാണ്. ചക്കയും ചിക്കനും കൂടെ ചേർത്തിട്ടൊരു ചക്ക ബിരിയാണി. ഇത് വളരെ ടേസ്റ്റിയാണ്. ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ബിരിയാണിയാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടമാകും. നമ്മുടെ സാധാരണ ബിരിയാണിയുടെ ടേസ്റ്റ് ഒന്നും അല്ല കേട്ടോ, ഇതിനൊരു വേറൊരു ടേസ്റ്റാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് 1/2 കിലോ ചിക്കൻ. ആദ്യമേ ഈ ചിക്കൻ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കണം. ചിക്കൻ കുക്കറിലേക്ക് മാറ്റാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 പച്ചമുളക്. ഇത് നീളത്തിൽ അരിഞ്ഞെടുക്കാം. ചിക്കൻ ആവശ്യമുള്ള ഉപ്പ്, 1 തണ്ട് കറിവേപ്പില. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ചിക്കൻ്റെ അകത്ത് നന്നായിട്ട് വെള്ളം ഉണ്ടാവും. നമ്മൾ ഇട്ടിരിക്കുന്ന പൊടികളെല്ലാം ചിക്കനിൽ നന്നായിട്ട് പെരണ്ട് വരണം. ആ ഒരു പരിവാട്ടം വേണ്ടത്. ഇനി ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ സ്റ്റവ് ഓഫ് ചെയ്തിടുക. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചിക്കൻ വെന്തിട്ടുണ്ടാവും കേട്ടോ. ബ്രോയിലർ ചിക്കൻ ആണല്ലോ, അപ്പോൾ പെട്ടെന്ന് വെന്ത് വരും. നാടൻ കോഴിയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം വേവിച്ചെടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാനിത് സ്റ്റൗവിലേക്ക് മാറ്റണേ കേട്ടോ. ഇനി വേണ്ടത് ചക്ക. ഇത് ഒരു 1/2 കിലോയോളം ഉണ്ടാവും കേട്ടോ. അരിഞ്ഞ് ഞാൻ ഫ്രീസറിൽ വെച്ചിരുന്ന കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ചക്കയൊക്കെ കിട്ടുമ്പോൾ അരിഞ്ഞിട്ട് ഫ്രീസറിൽ ഒരു സിപ്പ് ലോക്കറിൻ്റെ അകത്ത് ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 മാസം വരെയൊക്കെ ഇത് കേടുകൂടാണ്ടൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ നമുക്കിത് കുക്കറിലേക്ക് മാറ്റാം. ഈ ചക്ക ഇങ്ങനെ വെക്കുമ്പോൾ ഫ്രീസറിൽ തന്നെ വെക്കണം കേട്ടോ. തട്ടിൽ വെക്കല്ലേ. തട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും മധുരം വരും. ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കത്തില്ല. അതങ്ങനെ തന്നെ ഇരുന്നോളൂ. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ചക്കയ്ക്ക് ആവശ്യമുള്ള ഉപ്പ്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ വേണം കേട്ടോ. അപ്പോൾ നമുക്ക് ചക്ക വേകാൻ ആവശ്യമുള്ള വെള്ളമാണ് ചേർക്കേണ്ടത്. ഞാനിതിലേക്ക് 2 കപ്പ് വെള്ളം, 250 ml 2 കപ്പാണ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ എൻ്റെ ഈ ചക്ക ഒരു വിസിൽ, ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് വേഗം കേട്ടോ. അപ്പോൾ ഞാനിത് അങ്ങനെയാണ് വേവിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ചക്ക എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് സ്റ്റൗവിലേക്ക് മാറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ എന്തായി നോക്കാം. ഇതിൻ്റെ പ്രഷറെല്ലാം നന്നായിട്ട് പോയിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിന് മസാല ഉണ്ടാക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് വെള്ളമുണ്ട്, അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആ വെള്ളവും കൂടെ നമുക്ക് വേണം. ഇനി ചിക്കന് വേണ്ടിയിട്ട് ഒരു മസാല ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് 12 ചുമന്ന ഉള്ളി, ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, മീഡിയം സൈസ് തക്കാളി അതും ചെറുതായിട്ട് അരിഞ്ഞത്, 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത്, നെയ്യ് 1 ടേബിൾ സ്പൂൺ, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇനി ഇതിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് 1/2 മുറി തേങ്ങ, 4 ഏലക്ക, 5 ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം പട്ട. തേങ്ങ എടുക്കുമ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 1 കപ്പ് എടുക്കണം കേട്ടോ. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. അപ്പോൾ നമുക്കിനി ഉണ്ടാക്കി തുടങ്ങാം. ഇതിനായിട്ട് ഒരു പാത്രം ചൂടാക്കാൻ വെക്കാം. ഇപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് തേങ്ങ വറുക്കാനാണ് കേട്ടോ. നമുക്ക് ആ വറുത്തിട്ടതിന് ശേഷം വറുക്കാനുള്ളത് ആദ്യം വറുത്തെടുക്കാം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണയിലേക്ക് നമ്മൾ എടുത്തു വച്ചേക്കുന്ന തേങ്ങ, ഏലക്ക, ഗ്രാമ്പു, പട്ട, ഇത്ര സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു ചെറിയ ബ്രൗൺ കളർ ആകുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒരുപാട് ഡാർക്ക് ബ്രൗൺ ആകണ്ട കേട്ടോ. നമ്മൾ വറുത്തരച്ച കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല ബ്രൗൺ കളർ ആക്കത്തില്ലേ, അതുപോലെ ആകണ്ട. ഒരു ചെറിയ ബ്രൗൺ കളർ അയച്ചാൽ മതി. ഈ തേങ്ങ ചെറുതായിട്ട് ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനപ്പോൾ ഈ ഒരു പരുവം മതി. നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം ഇതിന് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അതിനുശേഷം ഇത് നന്നായിട്ട് ആറിക്കഴിയുമ്പോൾ നന്നായിട്ട് ഇത് പൊടിച്ചെടുക്കണം. വെള്ളം ഒട്ടും ഒഴിക്കരുത് കേട്ടോ. ഒഴിക്കാതെ വേണം നമ്മൾ പൊടിച്ചെടുക്കാനായിട്ടത്. ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നല്ല പോലെ ഇത് പൊടിച്ചെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കരുത് കേട്ടോ. വെള്ളം ചേർക്കാതെ നല്ല പൗഡർ കണക്ക് വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഇനി ഈ സെയിം പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ്,
എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. ഇതിലേക്ക് ചെറിയ ഉള്ളി, സവാള, കുറച്ച് ഉപ്പ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് ഒരുപാട് ബ്രൗൺ കളർ ആകണ്ട. സവാളയുടെയും ഉള്ളിയുടെയും കളറൊക്കെ ഒന്ന് മാറിയിട്ട് ഒരു ട്രാൻസ്പെറൻ്റ് ആയാൽ മതി. ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന പൊടികളെല്ലാം ചേർക്കാം. പൊടി നന്നായിട്ട് മൂത്ത് വരണം. എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമ്മുടെ പൊടി മൂത്തുമെന്ന് നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. പൊടി ഇട്ടതിന് ശേഷം നമ്മുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം നന്നായിട്ട് കുറക്കണം കേട്ടോ. അതില്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടി കരിഞ്ഞു പോകും. നമ്മൾ സാധാരണ ചേർക്കുന്നത് തക്കാളി ഇട്ടതിന് ശേഷമാണ് പൊടി ചേർക്കില്ല. അപ്പോൾ തക്കാളിയുടെ ഒരു വെള്ളമയം ഉണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ തക്കാളി ചേർക്കാണ്ടാണ് പൊടി ചേർത്തേക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തീ നന്നായിട്ട് കുറച്ച് വെക്കണം. നമ്മുടെ പൊടി മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം. തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഒരു തണ്ട് കറിവേപ്പില ഇറക്കാം. ഇതിൻ്റെ അകത്തൊക്കെ എത്ര കറിവേപ്പില കടന്നാലും ടേസ്റ്റാണ് കേട്ടോ. നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ. തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരണം. അതിന് വേണ്ടിയിട്ട് ഞാനിത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കുക. അടച്ചു വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ തക്കാളി വെന്ത് വരും. തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചേക്കണ ചിക്കൻ ചേർക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് വേവിക്കുമ്പോൾ എന്തായാലും വെള്ളം അതിൻ്റെ അകത്ത് ഇറങ്ങിയിട്ടുണ്ടാവും. ആ വെള്ളം കൂടി ചേർക്കണം കേട്ടോ അതിൻ്റെ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്കൊരു 5 മിനിറ്റ് നേരത്തേക്ക് മാത്രം വേവിച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചേർത്തേക്കുന്ന ഈ മസാല ചിക്കനിലൊന്ന് പിടിച്ചു വരണം. അത്രയും മതി. വീണ്ടും ഇതൊന്ന് അടച്ചു വെക്കണേന്. അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണേന്. അപ്പോൾ ഇത് മീഡിയം ഹീറ്റിലിട്ടിട്ടാട്ടോ വേവിക്കുന്നത്. ഇപ്പോൾ കുറച്ച് സമയം ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റോളം ആയി. ഇനിയിപ്പോൾ ചിക്കനിലേക്ക് ആ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വേവിച്ച് വെച്ചേക്കണ ചക്ക ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ചക്ക ചേർക്കുന്നതിന് മുന്നേ ചക്ക നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇതിലേക്ക് ചേർക്കാം. ചക്ക വെന്ത് വന്നപ്പോഴത്തേക്ക് അതിനകത്ത് വെള്ളം ഒട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ. വെള്ളം ഒട്ടും ഇല്ലാതെയാണ് വെന്ത് വന്നേക്കുന്നത്. ഈ ചക്കയും ചിക്കനും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിന് മുന്നേ തേങ്ങ ഇവിടെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇടണേന്. ഇല്ല, പൗഡർ കണക്കാട്ടോ പൊടിച്ചെടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ്റെ അകത്തുനിന്ന് വെള്ളം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് കുറേ കറിവേപ്പില കിടന്നു കഴിഞ്ഞാൽ ടേസ്റ്റ് ആട്ടോ. അതിനുശേഷം ഇത് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനും ചക്കയും കൂടെ നന്നായിട്ടൊന്ന് ചേർന്ന് വരണം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് സവാള ഇങ്ങനെ അരിഞ്ഞിട്ട് ഇതളുകളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് കൊടുക്കണേണ്. ശേഷം അത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സെർവ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളിതിൻ്റെ മുകളിലേക്ക് കുറച്ച് സവാള നമ്മൾ നേരത്തെ ലാസ്റ്റ് ചേർത്തില്ലായിരുന്നോ, കുറച്ച് പെറ്റൽസ് ആയിട്ട് എടുത്തിട്ട് അതുപോലെ സവാളേൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെയാണിത് സെർവ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചക്ക ബിരിയാണിയാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടമാകും ഇത്. അപ്പോൾ നമുക്കിപ്പോൾ ഇതാണ് കുക്കറിൽ ഉണ്ടാക്കിയേക്കുന്നതുകൊണ്ട് എളുപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഡിസ്ലൈക്ക് ചെയ്തിട്ട് അതിൻ്റെ റീസൺ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. എന്നാൽ മാത്രമല്ലേ എനിക്ക് അറിയത്തുള്ളൂ എൻ്റെ വീഡിയോന് എന്താണ് മിസ്റ്റേക്ക് എന്നുള്ളത്. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്